ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഓണാഘോഷം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ പൂക്കള മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ പൂക്കള മത്സരം ഇതാ ഓരോ ടീമായിട്ട് തിരിഞ്ഞിട്ട് ഇതാ പൂക്കളം ഒരുക്കുന്നുണ്ട്. അങ്ങനെ പൂക്കള മത്സരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും ഒരു 10 മണി 10:30 ഒക്കെ ആയപ്പോഴേക്കിന് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ 2 ദിവസമായിട്ടാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ മാരത്തോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസമാണ് പൂക്കള മത്സരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ പൂക്കള മത്സരം നടത്തിയ അതേ ദിവസം തന്നെയാണ് നമ്മളെ ഗ്രൗണ്ടിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ചെറിയ മക്കൾക്ക് കസേരകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കുള്ള കസേരകളി ഉണ്ടായിരുന്നു. ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, വലിയ ആൾക്കാർക്കും ചെറിയ മക്കൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ആരും മടിച്ച് നിൽക്കാതെ എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പോൾ അതാ മല്ലനെ തിരഞ്ഞെടുക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മക്കളൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ കറക്കിയോട്ടം എന്ന് പറയും, ഇങ്ങനെ ആൾക്കാരെ കറക്കിയിട്ട് ഓടുക. അങ്ങനെ ഇതൊക്കെ കുറേ സമയം ഇങ്ങനെ നോക്കിയിട്ട് നിന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആണ് ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴയൊന്നും വക വെക്കാതെ എല്ലാവരും പരിപാടിയിൽ ഉഷാറായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇഷ്ടിക നടത്തും. ഞാനിത് ആദ്യമായിട്ട് കാണാറ് കേട്ടോ. എന്തായാലും സംഭവം നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇഷ്ടിക മുന്നിലേക്ക് വെച്ചിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ പിന്നെ ഇതാ സാരി ഉടുക്കൽ മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് സാരിയൊക്കെ ഉടുത്ത് സെറ്റായിട്ടുണ്ട്. എന്തായാലും ഇത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാരി ഉടുക്കൽ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വടംവലി മത്സരമാണ് കേട്ടോ. ഇതാദ്യമായിട്ടാണ് പെണ്ണുങ്ങളെ വടംവലി മത്സരം ഉണ്ടാവുന്നത്. എന്തായാലും എല്ലാവരും നല്ല ഉഷാറായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചെറിയൊരു തിരുവാതിരയും കൂടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും തിരുവാതിര കളിക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കളിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് സെറ്റാക്കിയ തിരുവാതിരയാണ്. നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും ആരും വക വെക്കാതെ എല്ലാവരും മഴ കൊണ്ടിട്ടാണെങ്കിലും എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ മക്കളെ ഒരു ഡാൻസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരത് ഒറ്റ ദിവസം കൊണ്ട് അവർ സെറ്റാക്കി അങ്ങോട്ട് കളിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ ഞങ്ങളെ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. മക്കളും കൂടിയിട്ടുണ്ടായിരുന്നു കളിക്കാൻ.
ഇതിപ്പോൾ ഞാൻ അതിലെ പോയാലും ഞാൻ പൂക്കളെ കുറച്ച് പെൺകുളങ്ങനെ സാധിക്കടാ. ഇനിയുണ്ട് കുറേ പാട്ടി. പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ പരിപാടിയിൽ പങ്കെടുത്തിട്ട് മക്കൾക്കും ഞങ്ങൾക്കൊക്കെ കിട്ടിയ സമ്മാനം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ മക്കൾക്കൊക്കെ സമ്മാനം കിട്ടിയപ്പം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഏട്ടൻ വാങ്ങി തന്ന ചെറിയൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. നല്ലൊരു അടിപൊളി ചുരിദാർ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓണപ്പരിപാടി ഞങ്ങൾ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് പങ്കെടുത്തു. അതുപോലെ അടുത്ത വർഷം ഇതേപോലെ തന്നെ പങ്കെടുക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ്.